അപ്പോൾ ഇതാ നമ്മുടെ കയ്യും നോക്കിയാൽ അടിപൊളിയായിട്ടില്ലേ. പെട്ടെന്ന് നമുക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ കൈയൊക്കെ നല്ല സ്മൂത്ത് ആക്കി കൊണ്ടുവരാനൊക്കെ പറ്റുന്ന അടിപൊളി പാക്കാണ്. കാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൈമലത്തെയും കാലുമലത്തെയൊക്കെ ടാൻ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടിയാണ്. ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഇത് നമ്മളുടെ ചെപ്പിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി കേട്ടോ. ഇതിന് അളവൊന്നുമില്ല, ഇതിപ്പോൾ ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമുക്ക് പാക്കിൻ്റെ ഗുണം കിട്ടും, അതുപോലെ തന്നെ ഒരു സ്ക്രബിങ്ങിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടീസ്പൂൺ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അതും ഇതേപോലെ ചെപ്പിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ക്രബിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് നേരെ എടുത്ത് ചെയ്യണ്ടല്ലോ. അപ്പോൾ പൊടിക്കുമ്പോൾ ഇത്തിരി അധികം പൊടിച്ച് വെച്ചാലും നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുക, ലെഗ് സോഡ എന്നൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അതായത് ബേക്കിംഗ് പൗഡറും അത് രണ്ടും കൂടി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഓരോ എഴുതി വയ്ക്കും. ചില പൊടികളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമ്പോഴേ ഇത് ഏതാന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. അതൊരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കാക്കകൾ സംസ്ഥാന സമ്മേളനം തോന്നുന്നു. ഞാൻ പുറത്തിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ വീഡിയോസ് നമ്മൾ കുറവല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ടുള്ള സ്ക്രബിങ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു സാധനമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ നല്ലത്. അപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ എപ്പോഴും നമുക്ക് ഒരു മസാജ് കൊടുക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ പണ്ടത്തെ കാരണവരൊക്കെ കുളി കഴിഞ്ഞ് വന്ന കൈമലും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണ കഴിക്കാറുണ്ടല്ലോ. ആ ഒരു പരിപാടിയാണ്. അതിപ്പോഴും തുടർന്നാലും നല്ലതാണ്. നമ്മൾ എളുപ്പപ്പണിക്ക് കുറേ ക്രീമുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേക്കാളും നല്ലത് നേച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ കൂടുതൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ആക്കി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൈര് കൂട്ടനാണ് കേട്ടോ. അതും നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് അരിപ്പൊടി മിക്സിങ്ങിൻ്റെ തൈര് കുറവുണ്ടെങ്കിലും അരിപ്പൊടി കുറവുണ്ടെങ്കിലും നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. കയ്യുമ്മലും കാലുമ്മലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ മുഖത്ത് തേച്ചാലും നല്ലതാണ്. നമ്മുടെ സ്ക്രീനിൽ ഒരാൾ കാണാണ്ട. ഇതധികം നേരിട്ടിട്ട് ലൂസാക്കൊന്നും വേണ്ട. നമുക്ക് കൈയോടെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ തേച്ച് കൊടുക്കണം. പഞ്ചസാര പിന്നെ നൈസായിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ശരിക്കും നമുക്ക് ഇവിടെ ഒരു കളറും കാണാണ്ടല്ലോ, ഡബിൾ കളറായിട്ട് നിൽക്കണ്ട. അപ്പം നമുക്ക് ടാനും ഇതൊന്നും ഇല്ലെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വളയും മോതിരങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്താൽ അടിപൊളി കേട്ടോ. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കയ്യിൽ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആക്കുമ്പോൾ ഇത്തിരി കൂടുതലാക്കിയിട്ട് അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്കിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇത് സെറ്റാവും ചെയ്യും, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആവും നമ്മുടെ കൈയും കാലുമൊക്കെ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, നല്ലതാണ്. വല്ലാണ്ട് റഫൊക്കെ ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തനിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ടാൻ പോയി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാനൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യുമ്പോൾ ടാനൊന്നുമില്ല. അത് നമ്മൾ നൈറ്റ് ക്രീം ഉണ്ടല്ലോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു നൈറ്റ് ക്രീം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഡെയിലി തേക്കുന്നതാണ് വൈകുന്നേരം കിടക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ കൈമലൊന്നും ടാനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ വെയിലടിച്ചിട്ടൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത് പാക്ക് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഈ കയ്യിൻ്റെ ഇടയിലും ഇതൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ
ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷന് കിട്ടും. അപ്പോൾ തന്നെയൊക്കെയാണ് നമ്മൾ പണികൾ എടുക്കേണ്ടിയില്ല എന്നല്ല, നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ കൈ അനങ്ങണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ല, നമുക്ക് കുറച്ച് നമുക്കൊരു ആയാസമൊക്കെ കിട്ടുന്ന ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെയൊക്കെ നല്ലൊരു ഇതാവും, നല്ലൊരു സ്മൂത്താവും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വരും. അല്ലെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഭയങ്കര വേദനയായിട്ടിരിക്കും. ചിലർ എക്സർസൈസ് എടുക്കാൻ പറയുമ്പോൾ പറയില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ എത്ര ചാല നടക്കണമെന്നുള്ളത്. പക്ഷെ അതല്ല, നമുക്കത് ചെയ്യണം. അപ്പം അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇത് സ്ക്രബിങ്ങിൻ്റെ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ മസാജ് കൊടുക്കണം കേട്ടോ. ഇതൊരു നമുക്കൊരു 10 മിനിറ്റ് നേരം നമ്മുടെ കയ്യുമ്മലും കാലുമ്മലും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കാലുമ്മ ഞാൻ കാണിക്കണില്ല, അപ്പോൾ കയ്യുമ്മ ഇട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഇനി മൗത്ത് വേണമെന്ന് വെച്ചാൽ ഈ പാക്ക് നമുക്ക് മുഖത്തേക്ക് ഇടാം, നല്ലതാണ്. വെളിച്ചെണ്ണ ആയാലും തൈരായാലും ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈമലത്തെ ടൈം പറഞ്ഞത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിത് കഴുകി കഴിഞ്ഞാൽ ഒത്തിരി കൂടി ഒരു ബ്രൈറ്റ്നെസ് ആവും. അല്ലാതെ ഇപ്പോൾ ടാൻ പോയെന്ന് കൊണ്ട് എനിക്ക് കാണിക്കാനില്ല. അപ്പോൾ എങ്ങനെയുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ഓപ്ഷൻ എല്ലാവരും മറക്കണ്ട്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും